ഓരോരോ കഷ്ടപ്പാടുകൾ ഒരു സ്ഥിതി മാറാൻ കേട്ടോ. ദൈവത്തിനോട് പ്രാർത്ഥന കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു. ആമിയൊക്കെ അടിച്ചു പൊളിച്ച് കല്യാണം കൂടാൻ വേണ്ടി തന്നെ അത് പാവയ്ക്കാനും പാവം തോന്നും. എവിടെയും ജീവിച്ചു പോയനെ. അത് പക്ഷെ എന്തൊരു കഷ്ടമായി. അത് പ്രായമായിട്ട് പ്രായമാവാത്ത രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് എന്ത് രസമാണ് നിൽക്കാനുണ്ടായിരുന്നു. ഈ കീമോ ചെയ്ത് മുടിയൊക്കെ പൊഴിയും. അത് ഏറ്റവും വലിയ വിഷമത്തിൽ നിൽക്കുകയൊക്കെ എല്ലാവരും. അതാണ് ഒരു സുഖമില്ല അവിടെ. പക്ഷെ സ്പ്രെഡ് ആയില്ലെങ്കിൽ കുഴപ്പമില്ല. സ്പ്രെഡ് ആയില്ല. സ്റ്റേജ് 3 അല്ലേ, അതാ പേടി. സ്നേഹല്ലേ. ഇപ്പോഴും അതൊന്നും പറഞ്ഞോണ്ട് ഇരിപ്പണ്ടെന്ന് മമ്മി വിളിച്ചിട്ട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞോണ്ടിങ്ങനെ എപ്പോഴും അതും പറഞ്ഞോണ്ടിരിക്കുക. കാരണം പോണ കാര്യമൊക്കെ പറഞ്ഞോണ്ടിങ്ങനെ വന്ന് താമസിക്കാനും സ്നേഹം കൂടുതലേ. ഇടയ്ക്കിടയ്ക്ക് വന്നാലേ പിന്നെ പുള്ളിക്കാരത്തേക്ക് വേറെ ഒരിടത്ത് പോകാനില്ലല്ലോ. എന്നും ഒന്നും പുള്ളിക്കാരത്തി നാട്ടിൽ വന്ന് അവിടെ തന്നെയല്ലേ പാടിടുന്നത്. ഇങ്ങനെ പോണത് ഇന്നത്തെ അവസ്ഥ പാടാ പുള്ളിക്കാരത്തി. അതായത് പ്രശ്നം. ഇപ്പൊ ഇനി കൊണ്ടുവന്നത് ശരി എന്നായിരുന്നു അത് ഇതിനെ കൊണ്ട് സാധിക്കും. ഇപ്പൊ എനിക്ക് ഒരാൾ നോക്കാൻ എനിക്ക് പറ്റുമോ? കാലിനൊക്കെ വേദന. ഒന്നാമത്തെ മമ്മിക്കാണെങ്കിൽ വളച്ചും കവച്ചും നടന്നൊരുമാതിരി തീരെ വേദന സഹിക്കാൻ പറ്റുള്ളൂ. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് വേദന കാരണം പിന്നെ ഇതുപോലെ തന്നെ ബെൽറ്റ് ഇട്ടുണ്ട് നടക്കണേ. അപ്പോൾ പിന്നെ ഭയങ്കര പാടാത്. ഞാൻ ആശിയുടെ എങ്ങനെ കാര്യങ്ങളൊന്നും തീരുമാനമാവുന്നേടം വരെ ഒന്ന് കാല് പിടിച്ചിരിക്കുകയാണെങ്കിൽ അതേ നല്ലതെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. ഓപ്പറേഷൻ ചെയ്താലും ഗുണമൊന്നുമില്ല ആരുടെയും. അവരുടെ അമ്മ നടക്കണമെന്നേ ഉള്ളൂ. മറ്റേ വൈഷ്ണവിയുടെ അമ്മൂമ്മ. അതിനെ കണ്ടില്ല. ഒരിക്കലും ആരോടും ആദ്യം ചെയ്യാൻ പറയില്ല. ഓപ്പറേഷൻ ചെയ്യാൻ എപ്പോഴും പറഞ്ഞാൽ ഉള്ളത് എക്സസൈസ് ചെയ്ത് എനർജി ചെയ്യുക. എക്സസൈസ് ചെയ്ത് നോക്കിയാൽ മമ്മി അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടൊന്നും ചെയ്യില്ല. അങ്ങനൊന്നും ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതാ ലിസ്റ്റോട് വേറെ ഒന്നും പറഞ്ഞില്ല. ചെയ്താൽ മാത്രം വരുന്നതാണെങ്കിൽ ഭാവിയിൽ പ്രശ്നമാവും. എല്ലാം പറഞ്ഞതാ. ഒരു കാര്യം മറ്റേ കാര്യം ഇപ്പം തന്നെ വ്യത്യാസം കണ്ടോ? ആ വ്യത്യാസം ഒത്തിരി കൂടി വരുമ്പോൾ കുറെ കഴിയുമ്പോഴത്തേക്ക് അത് പ്രശ്നമാകും. അതുകൊണ്ട് ഏറ്റവും ലിസ്റ്റിക്കാൻ കണ്ടതിൽ ഏറ്റവും കുറവുണ്ടാകുന്ന എന്ത് കാര്യം. ഇപ്പം മൊത്തം വേദനയായി. വേദന വരുന്ന ഇത് എക്സസൈസ് ചെയ്താൽ ശരിക്കും വേദന പറയും. നമ്മുടെ ഭാവി ഓർമ്മ. ഞാനിപ്പോൾ പത്താം മണിയൊക്കെ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു. അടിഞ്ഞു വെച്ചിട്ടുണ്ടോ? കണ്ടില്ല. ഇതിങ്ങനെ എണ്ണി വെച്ച് ചെയ്തോണ്ടിരിക്കുക. ജോജോയ്ക്ക് ആഷിക്ക് എങ്ങനെയും കൊച്ചുണ്ടായാൽ മതി എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, ജോജോയ്ക്കും ആഷിക്കും എങ്ങനെയും കൊച്ചുണ്ടായാൽ മതി എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ചിലവോട് ചിലവ്. ഇനി എന്നാ വലിയ ഇപ്പം ആ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. വീടിൻ്റെ അടുത്തുള്ള അതിനും കൊടുത്തു 30,000 രൂപയെങ്ങാണ്ട്. ഇനിയിപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒറ്റ കുടുംബം പോലെ താമസിക്കുന്നതന്നെ. കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഇവരുടെയൊക്കെ കല്യാണത്തിന് ഓരോന്ന് കൊടുത്തേക്കണം അവര്. അതൊക്കെ ജോലി കൊടുക്കണം. അതിന് ഓരോ കൊടുക്കാൻ മറ്റൊരു വലിയൊരു ചിന്തയില്ലല്ലോ. പൈസ മേടിച്ചേക്കണം അപ്പനും അമ്മയും കൊടുക്കണത് തന്നെ നല്ല കയ്യിലല്ല. അപ്പോൾ അത് കാരണം ഇവൻ ഇനിയിപ്പോൾ എന്നോട് ആരുടെയും പറഞ്ഞത് ഇങ്ങനെ ഇവനിനി ഏതാണ്ട് ഇവൻ പോണതിന് മുമ്പ് ഇവന് കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അതിനി പോയി മേടിക്കണം. അവനൊന്നാമത്തെ എല്ലാവർക്കും കൊടുക്കുന്നത് തന്നെയല്ലേ ഉള്ളൂ. അവൻ്റെ കയ്യിൽ അതായത് ഒന്നുമില്ല. അവൻ എപ്പോഴും ആൾക്കാർക്ക് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓഫീസിൽ പോയി അവർക്ക് കൊടുക്കണം, ഏതാണ്ടൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇനി കൂത്താളത്ത് പോയി അവന് ഏതാണ്ടൊക്കെ സാധനം മേടിക്കാനും. കൂത്താളത്തല്ലായിരിക്കും, അവൻ അവിടെ നിന്നായിരിക്കും മേടിക്കുക. തിരുവല്ലയിൽ നിന്നായിരിക്കും മേടിക്കുന്നത്. ഏതാണ്ടൊക്കെ മേടിക്കാൻ കൊടുക്കാമെന്നൊക്കെ ആശയോട് പറഞ്ഞു കിട്ടുന്നത്. 6 കിലോ ഞാൻ മേടിക്കണമെന്ന്. 150 പേരുണ്ടെന്ന്.
അതെല്ലാവർക്കും കൊടുക്കണം ഇവിടെ വരുന്നതെന്നു വെച്ചാൽ ഇവൻ വഴിയാണ് അവിടെ അത് തുടങ്ങിയത്. അപ്പം എല്ലാവരുമായിട്ടും നല്ല പരിചയമാണ്. അവിടെ എല്ലാവരും അങ്ങനെയാണ്. ആരെയും നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നാൽ ഒരു സാധനം കൊണ്ടുവന്നത് എല്ലാവർക്കും കൂടെ ഉള്ളതായിട്ടാണ് കൊടുക്കണേ. അപ്പം 150 രൂപയുടെ സാധനം 150 പേർക്കുള്ള സാധനം ആകുമ്പോൾ നല്ല ആർക്കൊന്നും ഇല്ല താനും. നിങ്ങൾ അപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ കാഴ്ചകളെ കുറിച്ച് ഒന്നും പോയി കൊടുക്കാന്ന് പറഞ്ഞ പണിയല്ലേ. ഞാൻ ഇപ്രാവശ്യം ഒന്നും കൊണ്ടോണ്ടില്ല അമ്മേന്. ഞാനിനി പിന്നെ മറ്റേ എല്ലാവരും നാട്ടിൽ പോക്കുകാരാ. ഞാനിനിയിപ്പോ എല്ലാത്തിനും കൊണ്ടോണ്ടില്ല. അതിന്റെ ഇടയ്ക്ക് അവിടെ ചുമ്മാ നിർത്തുവാ അമ്മേ. അവിടെ ആ ബിൽഡിങ്ങിന് എന്തോ പൈസയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അവർ നിർത്തുക. സ്ഥിരമായിട്ട് നിർത്തുമെന്ന് കേട്ടത്. അടുത്ത മാസം അവസാനവും കൂടെ കാണുള്ളൂ, അതായത് മെയ് അവസാനം. അത് കഴിഞ്ഞാൽ പിന്നെ നിർത്തുമെന്ന് കേട്ടത്. ഇല്ല, അന്നേരം അത് കൂടാൻ സ്ഥലം ഇല്ലല്ലോ, ബിൽഡിംഗ് ഇല്ല. അതാണ് മൊത്തം പ്രശ്നം. ഇനി തൻതാനും ചെയ്യുന്നത് ചെയ്യണം എന്ന് വെച്ചാൽ ചെറുതായിട്ട് പഠിച്ചു, പക്ഷെ സ്ഥിരത കിട്ടൂല. അത് പുള്ളി വന്ന് ജയിക്കണമെങ്കിൽ അത്രയും കണ്ടിന്യൂറ്റി കിട്ടൂല്ലോ. അത് കാരണം എല്ലാവർക്കും ഭയങ്കര വിഷമം. പിന്നെ അത് നഹറിലേക്ക് എങ്ങാണ്ട് മാറ്റുവാണ്. അപ്പോൾ നഹറിൽ പോകാൻ പാടെ ക്ലോസ് ചെയ്തൊക്കെ രാവിലെ പോകേണ്ട ഇതൊക്കെ പിടിച്ച്. ഞാൻ നിർത്തിയില്ലായിരുന്നു. ഞാനിപ്പോൾ ഈ കൊച്ചിൻ്റെ ഏപ്രിലായപ്പോൾ മാത്രം നിർത്തിയത്, ക്ലാസ്സിലായിരുന്നല്ലോ അന്നേരം മാത്രം നിർത്തിയുണ്ടായിരുന്നത്. അഞ്ജലിയും സൗമ്യയും ഒക്കെ നിർത്തിയായിരുന്നു. കണ്ടിന്യൂസ് പോകണ്ടായിരുന്നു. ഇപ്പം ഇനിയിപ്പോൾ എന്നാലും പോകാൻ പറ്റില്ല. ഇപ്പം എന്നെ മൊത്തത്തിൽ എല്ലാവരും ഇപ്പം ഞാൻ നിർത്തി. കാരണം എനിക്ക് ഇനി പൈസ കളയാൻ പറ്റൂല. ഇനി മെയ് അവസാനം വരെ പോയി കഴിഞ്ഞ് ഞാനൊന്നാമത്തെ മെയ് അവസാനം തിരിച്ചു പോകാൻ നിർത്തോണ്ടേ ഇരുന്നത്. മെയ് 25 ആയിട്ട് പോയാൽ മതി എന്നാണ് ഞാൻ ഓർത്തോണ്ടത്. 16 പോകേണ്ട വരുമെന്ന കാര്യം ഇതില്ലല്ലോ. ടിക്കറ്റിന് ഇന്നലെ ഞാൻ ലോക്ക് ചെയ്തതിനെ കഴിഞ്ഞ് കൂടുതലായിട്ടുണ്ടിരുന്നു. 7200. എല്ലാം കൂടെ ആകുമ്പോൾ 16 ആവും. സീറ്റും എല്ലാം കൂടെ ഫ്രീ. ലീഗോയ്ക്ക് എടുക്കേണ്ടാത്തോണ്ട് തന്നെ ലീഗ അങ്ങനെയല്ല ലീഗിനെ എന്നാ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ വഴി എഴുതിയായിരുന്നല്ലോ അമ്മേ. പപ്പയ്ക്ക് എന്നിട്ട് പോയിട്ട് തിരിച്ചു വന്നാൽ പോരായിരുന്നോ? മറ്റേ പിന്നെ അപ്പൊ ഈ ജഡ്ജിന്റെ അടുത്ത് പോകുമ്പോ തന്നെ പോയാൽ മതിയോ? വേറെ ആരെങ്കിലും അപ്പൊ ഉണ്ടോന്ന് അറിയാണ്ടാണോ പോണേ? അല്ല, പക്ഷെ അപ്പൊ പപ്പ പോകുമ്പോ അങ്ങനെ കാണണ്ടതല്ലേ? അപ്പൊ പപ്പ ചെന്നായിരുന്നോ? അത് ഞാൻ പപ്പയോട് പിന്നെ ഇരുന്നപ്പോ പറഞ്ഞേ. പപ്പ ഞാൻ കല്യാണം കഴിച്ചപ്പോ പിന്നെ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. പക്ഷെ പപ്പ പറഞ്ഞു ഇല്ല നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഓർമ്മയില്ല. പപ്പ ഇന്നലെ പറഞ്ഞു നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു നോക്കാം. എനിക്കത് അത്ര ഓർമ്മ ഒന്നുമില്ല. എന്ന് പോകണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നോ? വീട്ടിൽ വന്നു. നമ്മുടെ വീട്ടിൽ വന്നോ? ജഡ്ജിയോ? ജഡ്ജിയല്ല, ഒരാള് വന്നു CBI അമ്മോ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ അനി അടുത്ത അങ്ങനെ ഒന്ന് അറസ്റ്റ് ചെയ്യണ പോലെ ഒരു ഒപ്പുണ്ടാകും. ഒപ്പഴയാണെന്ന് എനിക്ക് പറയണം. അത്ര ഉള്ളൂ. ഒരു വലിയൊരു കേസിൽ പെട്ടെടുത്തോ ഒരാള് ഒരു പേരന്റ് അത് ഒരു ഒപ്പ് എന്തോ അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, വേറൊരു കേസിൽ പെട്ട പപ്പയുടെ ഒപ്പ് ഉണ്ടാകും. ഒപ്പ് പപ്പയുടെയാണോ എന്ന് കൺഫേം ചെയ്താൽ മതി. അത് വേറെ ഫീസ് കൊടുത്തതിൻ്റെയാണ്. മകന് ഫീസ് കൊടുത്തതിൻ്റെ വേണ്ട, ഫീസ് ചെയ്ത് കൊടുത്തതിൻ്റെ വേണ്ട. പപ്പയ്ക്കൊരു പ്രശ്നമില്ല. പോണം. അപ്പോൾ ജഡ്ജിയില്ലേ, മറ്റേ ജഡ്ജിയില്ലേ ഇവിടുത്തെ പുള്ളി പറഞ്ഞ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു
ഏത് ആ സുരേഷിനെ വിളിച്ചോ, സുരേഷ് വിളിക്കുമ്പോൾ CBI ബന്ധമുള്ളതല്ലേ, സുരേഷിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ അല്ലല്ല പുള്ളി അതിനല്ല, പക്ഷെ പുള്ളിക്കത്ത് ബന്ധമാണെന്ന് എനിക്കറിയാം, കോട്ടയിൽ വെച്ചത് ഫ്രണ്ട്സ് ഉണ്ടെന്ന് എനിക്കറിയാം. പുള്ളി റിട്ടയർ ആയിട്ട് കമ്പനിയും ചെയ്യുക, ജോലി ചെയ്യണം, ഡീസൽ ജോലി പിന്നില്ലേ. അന്നേരം വിളിച്ച് ചോദിച്ചപ്പോൾ പോവാല്ലെന്ന് പറഞ്ഞു. പിന്നെ മരുമകൻ സുപ്രീം കോടതി വക്കീല, പുള്ളി അതിൻ്റെ നമ്പർ പറഞ്ഞു, ആ നമ്പർ അപ്പോൾ ഈ പോയി വിളിച്ച് പറഞ്ഞു. അന്നേരം പറഞ്ഞു അത് എന്ത് സ്ട്രിക്റ്റായിട്ട് ആ ജഡ്ജി, കൽക്കട്ടയിലെ ജഡ്ജി സ്ട്രിക്റ്റായിട്ട് പിടിച്ചിട്ടാണ്, അതുകൊണ്ട് അത് വിടൂല, അതുകൊണ്ട് സാറ് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകാമെന്ന് വെച്ചത്. പപ്പ ഇല്ലായിരുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരത്തെ കഴിക്കുമല്ലോ, അതുകൊണ്ട് വന്നാലും മതി. പപ്പ ടിക്കറ്റ് ബുക്ക് ചെയ്തത് നോക്കി മണ്ണിയുടെ ടിക്കറ്റ് ഞങ്ങളൊരു കാര്യം പറയാൻ പറ്റില്ല, ഇവര് വന്നിട്ടുണ്ടല്ലോ, ഞാൻ ഒരു വട്ട വരുമ്പോൾ പറയാം. ആദ്യം വണ്ടിയും കൊണ്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ ഗ്രീജ പറഞ്ഞായിരുന്നു വണ്ടി ആദ്യം ഇവിടെ കൊണ്ടുവിടാം, കാരണം അമ്മയ്ക്ക് പപ്പയ്ക്ക് വണ്ടി ഇല്ലാത്ത ഗ്രീജയ്ക്ക് വിഷമായിരുന്നു അത്. അപ്പൊ പിന്നെ ഇവരുടെ വണ്ടി തന്നെ ഉപയോഗിക്കുമല്ലേ, ഇപ്പൊ എപ്പോഴും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാലും വേറെ ആളുടെ വണ്ടിയല്ലേ. അപ്പൊ ഗ്രീജ പറഞ്ഞു, അപ്പൊ ഞാനും പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം, പിന്നെ വണ്ടി മേടിച്ചാൽ മതി, നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പൊ എല്ലാം ഓട്ടോയ്ക്കല്ലേ, ഞാനൊക്കെ ഓട്ടോയ്ക്കല്ലേ കൊണ്ടാൻ പോകണേ. അന്നേരം ഗ്രീജയ്ക്ക് അത് പറ്റൂല, വണ്ടി മേടിച്ചേ, അല്ല പയ്യെ മതിയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇപ്പൊ അമ്മയ്ക്കറിയാലോ, നമ്മളൊരു പ്രാവശ്യം പോലും വണ്ടിയിലല്ലല്ലോ പോവാറ്, വല്ലപ്പോഴും അല്ലേ എടുക്കണേ. പക്ഷെ റീച്ചന് ഇപ്പൊ ഇവരാരും ഇല്ലാത്തോണ്ട് റീച്ചന് ഇപ്പൊ മറ്റേ ഓഫീസിൽ പോണ കാറിന് മറ്റേ ഇവനില്ലല്ലോ, അഭിജിത്തും ഇല്ല, മറ്റേ ബാലയുടെ ഒരു വിവരവും ഇല്ല. അപ്പൊ അന്നേരം ഇങ്ങനെ പറഞ്ഞു വന്നാ എന്തേലും ആട്ടെ. അപ്പൊ പിന്നെ വണ്ടി അങ്ങനെയാണ് ഇങ്ങോട്ട് പോരാനായിട്ട് വണ്ടി കൊണ്ട് പോരാ. അപ്പൊ ഈ കൊച്ചിനൊരു ഇതായല്ലോ, കാരണം ഒരിടത്തേക്ക് പോകണില്ലല്ലോ, നമ്മൾ മാത്രം ഒരിടത്ത് പോകണില്ല, എല്ലാരും US ടൂറും UK ടൂറും ഒക്കെ ആയിട്ട് നടക്കണം, നമ്മൾ ഒരിടത്ത് പോകണം. അപ്പൊ നമുക്ക് ബാംഗ്ലൂർ കൂടി പോരാം. അപ്പൊ ഞാൻ പറഞ്ഞു വീട് കണ്ടിട്ട് എത്ര നാളായിരുന്നു, ആ വഴി എങ്ങാനും പോരുമ്പേ വീടും കൂടെ ഒന്ന് കാണാം എന്ന് പറഞ്ഞു. ഈ മറ്റേ നമ്മുടെ അവിടുത്തെ ഫുഡുകേറ്റിന്റെ വീടും കൂടെ ഒന്ന് കാണാം, പ്രദേശമൊക്കെ ഒന്ന് കാണാമല്ലോ. അങ്ങനെ എനിക്കൊരു കൊതിയായിരുന്നു. അപ്പൊ അങ്ങനെ നീ പറഞ്ഞു അങ്ങനെ പോവാന്ന് പറഞ്ഞ്, അപ്പൊ ഈ മാസം അവസാനം അങ്ങനെ ഏപ്രിൽ മാസം അവസാനം പോരാന്ന് പറഞ്ഞപ്പോഴാണ് ഇവര് 3-ാം തീയതി പോവാന്ന് പറഞ്ഞത്. ഇവൻ ജോജോയും ആശയും പോവാന്ന് തന്നെ. അപ്പൊ പിന്നെ എന്നാ പിന്നെ എനിക്ക് ഇത് നോക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ടിക്കറ്റ് നോക്കിയെടുത്ത്. അപ്പൊ കൊച്ചിന്റെ 2 ദിവസത്തെ ക്ലാസ് പറഞ്ഞേച്ച് അങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി വന്ന് പിന്നിപ്പോ വണ്ടി മേടിക്കണ്ട, ഇനി അതൊരു സ്റ്റെബിലിറ്റി ആയിട്ട് പറ്റണില്ല, 6 മാസം കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മറ്റവൻ എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇവരുടെ വീട്ടിൽ വെച്ച് അറ്റൻഡ് ചെയ്തപ്പോ. അപ്പൊ ഇവന് അഭിജിത്തിന്റെ കീഴിലിപ്പോ ഫ്രാഞ്ചൈസി ട്രേഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് കൂടാണ്ട് വേറെ കുറെ ഉത്തരവാദിത്തം ഇവനെ ഏൽപ്പിച്ചേക്കോ ഇപ്പൊ പുതിയത് ഇവരുടെ ഈ നോക്കി എടുത്തത് ഇവനെ ഏൽപ്പിച്ചേക്കോ. നിങ്ങളുടെ ഇതെടുത്തല്ല, വേറെ ആൾക്കാർ 1-2 പേരുടെ ഉണ്ടായിരുന്നു. ഈ പാണ്ടേജി എന്നൊക്കെ പറഞ്ഞ ഇവരുടെ വലിയ കൂട്ടുകാരല്ലേ, വലിയ ഉമേഷന്മാർ, അവരുടെ ഒക്കെ എടുത്ത് ഇവനെ ഏൽപ്പിച്ചേക്കോ അഭിജിത്തിനെ. അപ്പൊ ഇപ്പൊ അവന് നല്ല സമയം ബീജ പറഞ്ഞു, കാരണം ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഏറ്റിട്ടുണ്ട്. അപ്പൊ അടുത്ത 6 മാസത്തിനുള്ളിൽ അവന് വൈസ് പ്രസിഡന്റ് ആക്കും. അതിന് വേണ്ടിയാണ് വൈസ് പ്രസിഡന്റ് ഇല്ലേ, VP. അപ്പൊ VP ആക്കും അവനെ. ബാലയുടെ പോലെ അപ്പൊ VP ആക്കാനായിട്ടുള്ള പരിപാടി. അപ്പൊ പറഞ്ഞു നല്ല സമയം കിട്ടാൻ നല്ല രീതിയിൽ അവന് തിരക്കാണെങ്കിലും അവനെല്ലാം അവന്റെ രീതിയിൽ 100-150 പേരാണ്, 3 പേരെങ്കിലും ഉണ്ട്. ഇപ്പൊ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എല്ലാം എടുത്ത് അവന്റെ തലയിലേക്ക് വെച്ചേക്ക് വന്നു എല്ലാവരും. അവൻ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ വെക്കണം. അതുപോലെ അന്നത്തെ ഒരു ദിവസം ചേച്ചി മിണ്ടാട്ടില്ലായിരുന്നു, പിന്നെ എന്തെങ്കിലും ആട്ടണം പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നു. അന്നത്തെ ദിവസം ഇച്ചിരി വിഷമം പോലെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതായി. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാരണം മാത്രം ഇത്രയും തലവേദന ഇരിച്ചിന് വന്നത്. ബാല ഒരു പണ്ടൊക്കെന്ന് പറഞ്ഞാൽ ബാല ഭയങ്കര ഇതാവണമല്ലോ, രക്ഷം നിങ്ങളുടെ പറഞ്ഞൊന്നും ഒരു കിഴങ്ങും പോലെ അങ്ങനെ നിൽക്കണ
നല്ല ഇതുണ്ട്, അത് കാരണം അവൾക്ക് നല്ല ക്ഷമയുണ്ട്. ക്ഷമയുണ്ട്. ഇത് അറിഞ്ഞ പിന്നെ പൊതുവെ ഇന്നാള് ഇവരിങ്ങോട്ട് പോവായിരുന്നു. അന്നേരം ഇവള് ഇവിടെ എങ്ങാണ്ട് പോയി. ഇവരെല്ലാം അമ്പലങ്ങളൊക്കെ കറങ്ങിയില്ല കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത്. അപ്പൊ ബർത്ത്ഡേക്ക് വിളിച്ച്, കൊച്ചുകാരും മിണ്ടണില്ലെങ്കിലും നമുക്ക് വിളിച്ചു പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പൊ ഞാൻ വിളിച്ചു. എന്നിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറയാൻ വിളിച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ഹായൊന്നും പറഞ്ഞ് അമ്മി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനും ഹാപ്പി ബർത്ത്ഡേ പറയാൻ വിളിച്ചാൽ നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ ഒരു സ്ഥലമൊക്കെ പറഞ്ഞു, ഉടുപ്പിയുടെ അടുത്തെങ്ങാണ്ട് എത്താറായി. അപ്പം ഇങ്ങനെ പറഞ്ഞു എന്നാ ഇപ്പം കെട്ടിയോ വിളിച്ചേ ഉള്ളല്ലോ എന്ന് പറഞ്ഞു. ബീജോ വിളിച്ചെന്നാണ്. അപ്പം ഞാൻ അറിഞ്ഞില്ല, ബീച്ചിന് അപ്പുറത്തെ മുറിയിലെങ്ങാണ്ടായിരുന്നു, അവധി സമയത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു. നേരം ചോദിച്ചു. അപ്പോൾ അന്ന് അഭിച്ചേട്ടൻ വിളിച്ച് പണി കൊടുത്തേ ഉള്ളൂന്നോ. അപ്പം എനിക്കത് കേട്ടിട്ട് അത്ര പിടിക്കണില്ലല്ലോ, നമുക്ക് പിടിക്കൂല്ലോ. ഞാൻ പറയാണോ ശരി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വെച്ചു. അധികം അന്വേഷിക്കാനൊന്നും പോയില്ല. എനിക്കാണെങ്കിൽ വിരോധം കാണിക്കാനും നിവർത്തിയില്ല, മനസ്സിന് കാര്യം വിഷമം ഉണ്ടെങ്കിലും കാണിക്കാൻ നിവർത്തിയില്ല. ടീച്ചറ് ഭയങ്കര വിഷമമാണ്. മനസ്സിൽ ഇത്രയും പണിയുണ്ട് നമ്മൾ. അമ്മ ഓർക്കൊന്നും അറിയില്ല. അറിയില്ലാന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പണ്ട് ദുബായിക്ക് പോയപ്പോൾ ഈ ദുബായിക്കല്ലല്ലോ, ഞങ്ങൾ പണ്ട് സിംഗപ്പൂർ പോയില്ലായിരുന്നു. കൊച്ചിനെ ആക്കിയിട്ട് തായ്ലൻഡോ എങ്ങാണ്ട് പോയപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നു, ഈ പെണ്ണൊക്കെ ഉണ്ടാകുന്ന പരിചയപ്പെട്ട് വളരെ സ്നേഹമായിട്ടിരുന്ന. ഇപ്പോഴും എല്ലാം അവർക്കൊക്കെ 2 പിള്ളേരൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നല്ല രീതിയിൽ പണിയെടുത്തോണ്ടൊക്കെ ഇരുന്നത്. അവരൊക്കെ പാര വെക്കുന്നതാണ്. ദൈവനോട് ഞാൻ പറഞ്ഞു ഇവരെ അന്വേഷിക്കാൻ പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും ഇവരെ അന്വേഷിച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം എന്നാന്ന് അറിയാൻ പറ്റൂല. ആരാ പാര വെച്ചെന്നെങ്കിലും അറിയണ്ടേന്ന് ചോദിച്ചു. ഇങ്ങേര് വഴി വന്നേക്കണേന്ന് പറയണില്ല, എന്നാൽ ഇങ്ങേരല്ലാന്നും പറയണ്ടത്. കാരണം ഒന്നും ബാല വഴിയാണോ ബാല വഴിയാണോ ഗിരിയോയ്ക്ക് ഇപ്പോഴും ഉറപ്പ് വന്നിട്ടില്ല. എല്ലാവരും പാര വെച്ചെന്ന് ഗിരിയോ പറയണ്ടേ. ഞാൻ പറഞ്ഞു എല്ലാവരും ആരാ ഇപ്പം ഈ ഉള്ളവരാരാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇവന് ഭയങ്കര നായ്ക്കാമേ. ഞാൻ മനസ്സിലാക്കിയത്തോളം ഈ അഭിജിത്തിന് അവൻ ഒരു പണിയും ചെയ്യണില്ലേലും അവന് ആ പണി ചെയ്യിപ്പിച്ചെടുക്കാനുള്ള നായ്ക്കുണ്ട്. അവന് കഴിവുണ്ട്. നമ്മൾ വിചാരിച്ചോണ്ടെന്ന് പോലെ ഒരു കാര്യം ഒരു കാട്ടുപന്നി പോലെ ഇരിക്കണെങ്കിലും അവന് അർഹതയുള്ളതാ. അവന് അർഹതയായി ഈ സ്ഥാനത്ത് എത്താൻ. നീയൊക്കെ അർഹതയില്ലാതെ ദൈവം കൊടുത്തതല്ലേ. ശരിക്കും അതെ, ദൈവം കേട്ടിട്ടില്ല. അവന് അർഹത ഉണ്ടായിട്ട് കിട്ടണ സ്ഥാനം. നമ്മളെങ്കിലും ഒരു അർഹതയുള്ളതാ. 3 ലക്ഷം രൂപ മുടക്കി ഇപ്പം അമേരിക്കക്ക് പോയിട്ട് വന്നേ ഉള്ളായിരുന്നോളൂ. ഞാൻ പറഞ്ഞായിരുന്നു അമ്മയോട് അവള് കൊടുത്തത് പറഞ്ഞായിരുന്നു. ഞാൻ 90,000 കണ്ടാ കൊടുത്തതെന്ന് പറഞ്ഞു. അതെനിക്ക് ഒന്നും അറിയില്ല. എനിക്കറിയില്ല. ഇന്നാള് അവള് വന്നപ്പോൾ ഇവിടെ പിന്നെ അവള് വീട്ടിൽ വന്നില്ലായിരുന്നു. അന്ന് തലേദിവസം രാത്രി വന്നില്ലായിരുന്നു. ഇങ്ങോട്ട് പോകുന്നതിന് തലേദിവസം. അപ്പം ഇവള് വന്നപ്പോൾ ഇവള് 2 പേര് ഷൂസും കൊണ്ടാട്ടോ വന്നേ. അതിലൊരു പേര് ഷൂസിന് 25,000 രൂപയാണ് ഇട്ടുകൊണ്ട് വന്ന സാധനത്തിന് ഓഫറേന്. അപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ ഇത് എടുത്ത് അകത്ത് വെച്ചു. കാരണം ഈ പട്ടി വല്ലതും എടുത്തോണ്ടെങ്കിലും പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ ഒളിച്ചുകൊണ്ടേക്കെന്ന് പറഞ്ഞ് തീരെ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ എന്തായാലും പേടിക്കാനായിട്ട് ഭയങ്കര പൈസ. അതിന് 25,000 രൂപയാ. അതിൻ്റെ യെല്ലോ ഷൂസാണ് മെയിൻ ഷൂസ്. അതിൻ്റെ ഒറിജിനൽ ഒണിച്ചുക ടൈഗർ എന്ന് പറഞ്ഞ യെല്ലോ ഷൂസ്. അപ്പം ആ യെല്ലോ ഷൂസിന് ഭയങ്കര പൈസ ആക്കുമെന്ന് പറഞ്ഞു. യെല്ലോ ഷൂസിൻ്റെ കൂടെ തന്നെ വൈറ്റ് ഷൂസ് ഉണ്ട്, അതുപോലെ തന്നെ കാശുള്ളത് 25,000-ൻ്റെ. ആ 25,000 ചെരുപ്പാനോട് ഒരു അങ്ങോട്ടേക്ക് ഇട്ടുകൊണ്ട് വന്നത്. അതെനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ഈ ഷൂസ് ഞാൻ കണ്ടപ്പോൾ കണ്ടിട്ട് ഇവിടെ വന്നില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് അവള് ഒരു ചെരുപ്പ് അവള് രാവിലെ അവള് എടുത്തിട്ടു. പിന്നെ ഒരു മെരിയടി പോലെ ഇരിക്കുന്ന ചെരുപ്പാണ്. കണ്ടവര് വിലയൊന്നും ഇല്ല, വലിയ വിലയൊന്നും തോന്നണില്ല. പക്ഷെ അതിനായി 15,000 രൂപ കണ്ട്. ഇത് കാണുമ്പോൾ ഇങ്ങനെ എല്ലാവരും നമ്മള് ഭയങ്കര ബ്രാൻഡല്ലേ ഉപയോഗിക്കണുള്ളൂ. ഒരു സാധനത്തിന് ബ്രാൻഡില്ലാത്തൊരു സാധനമാണ്. കൊച്ചിന് തുണി മേടിക്കാനായിട്ട് ഞാൻ
ഇത് കളയണ്ടല്ലോ. അപ്പൊ ഇത്രയും രൂപയുടെ തുണിയല്ലേ ഞാൻ ഓർഡർ ചെയ്തു. അത് ചേട്ടന് ശരിക്കും പറഞ്ഞാൽ അത് കൂടാണ്ട് 2 ടീഷർട്ട് ഓർഡർ ചെയ്തു. 2 ടീഷർട്ടിന് വലിയ വിലയില്ലായിരുന്നു. അത് ഞങ്ങൾ 500 രൂപയ്ക്ക്. അപ്പം മൊത്തത്തിൽ എനിക്ക് 1700 രൂപയ്ക്ക് കണ്ട് ഇവന്റെ തുണി കിട്ടി എന്നുള്ള രീതിയിൽ. അത് തന്നെ കൂടുതലായിട്ട് എന്നിട്ട് എച്ചാനത്തിന് മാത്രം മതി എന്ന് പറഞ്ഞാണ് ഓർഡർ ചെയ്തത്. ഇവള് തന്നെ പറഞ്ഞു, ഇവള് നിന്ന് പറഞ്ഞാലും ഇവള് പറഞ്ഞു മേടിക്കൂലല്ല. അപ്പൊ ഞാൻ എച്ചാനത്തിന് തുണി ഓർഡർ ചെയ്തു. അമ്മ അത് കഴിഞ്ഞ് വന്നത്തെ ഈ 790 രൂപയുടെ തുണി വന്നത് നല്ല കട്ടിയുള്ള തുണിയാട്ടോ. തണുപ്പത്തൊക്കെ ഇടാം. ഇത് നല്ല തുണിയാണ്. നമ്മളാണെങ്കിൽ എല്ലാവരും മേടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്നല്ലേ പറയുള്ളൂ. ഒരു അളവ് മുമ്പോട്ടായി. ചെറുപ്പം കൊച്ചിനൊക്കെ നല്ല വയറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരളവ് മുമ്പോട്ടാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് കൊണ്ട് കാണിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് അവൾക്ക് മുഖം മാറി. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു ഈ തുണി ഒന്ന് ഇടുന്നില്ല, ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് റിട്ടേൺ ചെയ്യാമെന്ന് ചോദിച്ചു. അവസാനം അത് റിട്ടേൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ ഒന്നും മേടിക്കാൻ പോയില്ല. മേടിച്ചു കൊടുത്തു. ഞാൻ ഹസ്ബൻഡിന് പൈസ മേടിക്കാൻ ദേഷ്യം കൂടെ വന്നു. കാരണം 2790 തുണി നല്ല രീതിയിൽ 790 കിട്ടിയപ്പോ ഞാൻ ഓഫർ നോക്കി എടുത്തതാണ്. ഇപ്പൊ ഏത് വെച്ചിട്ടാലും ഇട്ടില്ലെങ്കിൽ കണക്കാണല്ലോ ആ രീതിയിൽ. അത് ഇവരൊക്കെ അതേട്ടോ. ഇപ്പൊ എല്ലാരും നല്ല സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പൊ സൗമ്യ പോയേക്കണേന് 3.5 ലക്ഷം രൂപ ഒരു സൈഡ് ടിക്കറ്റിന്. സൗമ്യക്ക് പൈസ ഇല്ലാത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗമ്യയെ മറ്റേ ഇവരുടെ ഒരു കൂട്ടുകാരനുണ്ട് ഇവന്റെ, ഈ ഒരു കൂട്ടുകാരൻ. ആ കൂട്ടുകാരനും മറ്റേ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഈ സ്ഥലത്തേക്ക് പോയി. അപ്പൊ അവര് പറഞ്ഞു കേട്ട് ഇവർ ഈ വർഷം ഈ സ്ഥലത്തേക്ക് പോയേക്കണം. അങ്ങനെ 1 ലക്ഷം 1.5 ലക്ഷം രൂപ മുടക്കി ഇപ്പൊ പോയേക്കോ രണ്ടുപേരും കൂടെ. ആംസ്റ്റർഡാം നെതർലാൻഡ്സിലും കണ്ട് എല്ലാം നല്ല കാശ് ചെലവ് വരുന്ന സ്ഥലങ്ങളിലേക്കാണ് പോയേക്കുന്നത്. നല്ല രീതിയിൽ പൈസ അത്രേ ഉള്ളൂ. ഇപ്പൊ അവരതാണ്. പിന്നെ അഞ്ജലി വിളിച്ചിട്ട് പിന്നെ അഞ്ജലി എന്നോട് ഞാൻ വീട് മേടിച്ചില്ല ആകാംക്ഷ. അതുകൊണ്ട് ഒത്തിരി പൈസ ഒന്നും മുടക്കാനില്ല. അപ്പം അതുകൊണ്ട് അവര് ഇതിൻ്റെ ഇടയ്ക്ക് അഭിജിത്ത് കാറ് മേടിച്ചതിൻ്റെ ലോൺ വേറെ 25 ലക്ഷം രൂപയുടെ കാറല്ലേ അവൻ മേടിച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുവാ ഇനി. അങ്ങനെ ഞാനൊക്കെ പറഞ്ഞു കിട്ടുള്ളൂ. ഇവിടുന്ന് ആ പൈസ ഉണ്ടാവണം ദൈവത്തിനറിയാം. ഇന്നാളിപ്പോൾ ഇവക്ക് പൈസ കൊടുത്ത കൂടാണ്ട് ഇവക്ക് 10,000 രൂപ വെച്ച് മാസം കൊടുത്തോണ്ടിരിക്കും അവര്. ഏപ്രിലേയും കൊടുത്തു, മെയ്യിലേയും കൊടുത്തു. മറ്റേ നമ്മുടെ സുനിതയ്ക്ക് ഭയങ്കര മനപ്രയാസമായിരുന്നു. എൻ്റെ കൊച്ചിന് പുസ്തകം മേടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ടീച്ചറോട് ഇങ്ങനെ ടീച്ചർ പറഞ്ഞത് നമ്മൾക്ക് മേടിച്ചു കൊടുക്കാം, കുഴപ്പമില്ല, എന്താണേലും എത്ര രൂപ ആവുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ 3500 രൂപ ആവുമെന്ന് പറഞ്ഞു സുനിത. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അവളോട് പറഞ്ഞു പയ്യെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3500 രൂപ കൊച്ചിന് ഇതും മുടക്കണ്ട, പഠിത്തം മുടക്കാനല്ല അല്ലെങ്കിലും, പക്ഷെ കഷ്ടപ്പെടുത്തണ്ട, അത് ചെയ്യണ്ട, അത് പയ്യെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ജൂൺ മാസം അവസാനമാകുമ്പോൾ, മെയ് മാസം അവസാനമാകുമ്പോൾ 3500 രൂപ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഏൽപ്പിച്ചു. അവളോട് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുത്തേക്കാന്ന് പറഞ്ഞു. കാരണം കൊച്ചുങ്ങളുടെ പഠിത്തത്തിൻ്റെ കാര്യമില്ല വിചാരിച്ചാണ്. അവൾക്കാണെങ്കിൽ വീട് മാറാനായിട്ട് അത് കാരണം അവൾ ഭാഗ്യത്തിന് നമ്മളോട് വേറെ പൈസ ഒന്നും ചോദിച്ചില്ല, അല്ലെങ്കിൽ കാശ് ചോദിച്ചാണ്. ഈ മാസം 2000 രൂപ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. ഒരു നിവർത്തിയില്ലാന്ന് പറഞ്ഞാൽ അവൾക്കൊരു നിവർത്തിയില്ല. ആ കൊച്ചു മുഴുത്ത പെങ്കൊച്ചായി അമ്മേ. പൊക്കവും വെച്ച് വണ്ണവും വെച്ച് അവളൊരു കല്യാണത്തിനും കണ്ട് ഇവര് പോയ ഫോട്ടോ കാണിച്ചു തന്നിട്ട് ആ പെങ്കൊച്ച് മുഴുത്ത പെങ്കൊച്ചായി. നല്ല പൊക്കവും നല്ല പൊക്കവും നല്ല അതെല്ലേ. അതെ പള്ളിയായിട്ട് ഭയങ്കര ഇതല്ലേ. അത് ഈ കൊച്ചും തെളിഞ്ഞു വന്നുണ്ട്. മറ്റേ ആന്റെ കൊച്ചും
എനിക്ക് ആ ചെറുക്കൻ കൊച്ചിനെ ആദ്യം കണ്ടപ്പോൾ അത്ര ഐശ്വര്യം തോന്നിയില്ല. ഇപ്പൊ കാണാൻ നല്ല സുന്ദരം കൊച്ചായി അവൻ. ആന്റെ ചെറുക്കൻ. ആ പെങ്കൊച്ച് മൂത്തത് പിന്നെ നല്ലതാണല്ലോ. നല്ല പെങ്കൊച്ചായി. ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വലിയ ഭംഗിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ പിന്നെ നല്ലതായിട്ട് തോന്നുന്നു. നാളെ ഏതൊരു ഫോട്ടോ ഇട്ടപ്പോൾ ഇവർ 4 പേരും കൂടെ. വിട്ടുവിന്റെ പിള്ളേർ 3 വൃത്തികേടായി പോയായിരുന്നു. ഒരു ഭംഗിയൊന്നും നാടൻ കൊച്ചുങ്ങളെ പോലെ ആയിരുന്നു. ഇങ്ങനെയാണോ പിള്ളേരായിരുന്നു? അവളാണെങ്കിൽ അതിന് ഒന്നും ശ്രദ്ധയില്ല. ഇന്നാണ് പുള്ളിക്കാരത്തിയുടെ അനിയത്തിയിട്ട് വന്നിട്ടാണ് പുള്ളിക്കാരത്തി തോന്നുന്നത്. പിന്നെ അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ വിളിക്കൊണ്ടായിരുന്നു പറഞ്ഞിട്ട്. കാര്യം പറഞ്ഞ അവൾക്ക് കെട്ടിടത്തോളം സന്തോഷമുണ്ട്. അതുകൊണ്ടാന്ന് തോന്നുന്നു അവൾ വിളിച്ചോണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ അവൾ ആരെയും എന്നെ ഒന്നും ഒരിക്കലും വിളിക്കാത്ത. ഞാൻ ആലോചിക്കുകയും ചെയ്തു അവൾ എന്തിനാ പോലെ എന്നെ ഇത് ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. ശരിക്കും കഷ്ടകാലം ഒന്നിച്ച് അവരോട് അടിച്ചു പൊളിച്ച ആൾക്ക് എനിക്ക് പരിപാടിയാണോ നാട്ടിൽ ഈ കേരളത്തിൽ നടന്ന എന്തോരം അറിയാനും. പക്ഷെ പൊതുവെ അവർക്ക് ഇവരെ ഇഷ്ടമല്ല. അവരോട് അവൾക്കൊരു താല്പര്യം. പിന്നെ നിഖിലിന് ഇതിലിപ്പം കെയർ ഓഫ് ആണെന്ന് പറഞ്ഞിട്ട് നിഖിലിന്റെ കൂടെ ഒക്കെ അല്ലേ ഇവൻ. മഞ്ഞ പറഞ്ഞു അന്ന് ബർത്ത്ഡേക്ക് കണ്ടപ്പോഴും കൊച്ചു ബീച്ചില്ലായിരുന്നു. കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ഇവര് കൂടിയില്ലേ. എന്നോട് ഇന്നാളെ എന്തോ പറഞ്ഞപ്പോ പറഞ്ഞു. ഞാൻ തന്നെ ചോദിച്ചു വീട്ടിന്റെ മുടിയുടെ കാര്യം. ഞാൻ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഏതാണ്ട് സ്റ്റേറ്റസ് ഇട്ട് പടം വരച്ചേക്കണേന്റെ ഒക്കെ. അപ്പൊ റിപ്ലൈ അയച്ച് ഞാനിങ്ങനെ കൈ കൂപ്പി മെസ്സേജ് അയച്ചിട്ട് ഇവിടെ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് ഏതെങ്കിലും നല്ല ഹെയർ ട്രീറ്റ്മെന്റുകാർ നാട്ടിലറിയാവോ എന്ന്. അപ്പൊ ഞാൻ അപ്പൊ എന്നോട് ഞാനൊരു ഹെയർ ട്രീറ്റ്മെന്റ് നോക്കുന്നുണ്ട്. ഞാൻ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞയച്ചു. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചോദിക്കാൻ പോയില്ല. കാരണം ഇപ്പൊ എന്നാ ചോദിക്കണമെന്ന് അറിയില്ല. നോക്കിട്ട് വെക്കുവാണോ നമുക്കറിയില്ലല്ലോ അതിനെപ്പറ്റി കൂടുതലായിട്ട്. അതാണ് ഞാൻ ചോദിക്കാൻ പോയില്ല. ഞാൻ വിചാരിച്ചത് നാളെ കാണുമ്പോൾ അറിയാമോ എന്ന് നോക്കുക. പിന്നെ പെങ്കൊച്ചിന്റെ ഫോട്ടോ ഞാൻ വാട്സാപ്പിൽ കാണാറുള്ളൂ സ്റ്റേറ്റസ് ഇടുന്നത്. അതിന്റെ ഭംഗി മൊത്തം പോയി. ചോദിച്ചു പണ്ട് അവിടുന്ന് വന്നപ്പോ നല്ല പിള്ളേരാണല്ലോ. നന്നായിട്ട് ഇംഗ്ലീഷും പറഞ്ഞ് ആ പിള്ളേരുടെ ഇംഗ്ലീഷൊക്കെ പോയി കാണും. കാരണം എത്ര വന്നാലും കേരളത്തിലെ പിള്ളേരുടെ ഇംഗ്ലീഷ് വ്യത്യാസമുണ്ട്. അതിപ്പോ എല്ലാവരും നാട്ടുപുറത്ത് ഇങ്ങോട്ട് എറണാകുളത്ത് ഇംഗ്ലീഷ് പറയാൻ പഠിക്കാൻ വേണ്ടതാണ്. സ്കൂളിൽ നല്ല സ്കൂളിൽ പഠിക്കാൻ. പക്ഷെ സ്കൂളൊക്കെ നല്ല കേട്ടോ. എന്നാലും നാട്ടുപുറത്തെ സ്കൂളിലേക്കാൾ നല്ലതാണല്ലോ എന്തായാലും. എന്തായാലും ചോയ്സ് പഠിച്ചാ അവൾക്ക് ഭയങ്കര സന്തോഷമാട്ടോ. മറ്റേ മോചിച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കല്യാണം. ഇപ്പത്തെ എൽസയുടെ കല്യാണം. എൽസയ്ക്ക് മോക്കൊക്കെ ഭയങ്കര പ്രാർത്ഥന. ശരി അവള് പ്രാർത്ഥനകൾ പലപ്പോഴും തന്നെ ശരിക്കും പഠനക്കാരനെ പറയുള്ളൂ. ഈ നല്ല തെക്കനെ ഇന്നത്തെ കാലത്ത് സ്വത്തൊന്നും ആർക്കും താല്പര്യമില്ല. പൂസത്തൊന്നേ ഇവർക്ക് തെക്കനായാലും പൂസത്തൊക്കെ കുറവാ. എന്നാലും തെക്കനാ ആവശ്യമില്ല. ഇവിടെ അവിടെ വെണ്ണല മറ്റേ ആ ജോയിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? മറ്റേ BSNL ഇന്നലെ നമ്മള് പോയതല്ലേ. വെണ്ണലയാ.
10-30 വർഷമായി വന്നു ഇവിടെ വന്ന് താമസം പറയാം അങ്ങനെ കൂടെ ജോലിയായിരുന്നു നമുക്ക്. അങ്ങനെ ഒരു ഇച്ചിരി ഓളം പോലെ തോന്നി അങ്ങനെ ഭയങ്കര തോമസ്മാർട്ടാ. അങ്ങനെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. അതിന് ഈ അൽസിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ അൽസിക്ക് സീനയുടെ അൽസിക്ക് ഭയങ്കര അവളും മനസ്സിൽ ഓസ്മാർട്ടാണോ ഈ മാറ്റത്തിനൊക്കെ ഉള്ളതാ എൽസ. പക്ഷെ അവൾക്ക് ഇഷ്ടമല്ല ഈ